ഇവൻ പക്രു എൻ്റെ മൂത്ത മോനാണ്. ഇവൻ 8 വയസ്സ് കഴിഞ്ഞ് 9ാമത്തെ വയസ്സാവാനായി. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇവനെ അറിയാം. ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്യൽ. ലോങ് വീഡിയോസ് വളരെ കുറവാണ്, 1-2 അങ്ങായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷോർട്ട് വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പക്രൂസിനെ നന്നായിട്ട് അറിയാം. പിന്നെ പക്രൂസിനെ കൂടാണ്ട് 3 ആളും കൂടി ഉണ്ട്, റോക്കി, ലക്കി, ലൂക്ക. ഇവരെ 4 ആളെയും നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വളർത്തുന്നതാണ്. അപ്പോൾ ഇവൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. വാരിക്കൊടുക്കുന്നത് തന്നെ ബലം പ്രയോഗിച്ച് വായി തുറന്നിട്ട് വേണം വാരിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് മടിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവനെ കുഞ്ഞിൽ കൊണ്ടുവന്നപാട് ഇവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു. എന്ത് കൊടുത്താലും കഴിക്കും. ചോറ്, പാല്, ബിസ്ക്കറ്റ്, ദോശ, ചപ്പാത്തിയെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. നന്നായിട്ട് കഴിക്കലും ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ ഭക്ഷണം കഴിക്കൽ കുറഞ്ഞു വന്ന്. അപ്പോൾ പിന്നെ മീനും ചോറും കൊടുത്താൽ മീൻ മാത്രം കഴിക്കും, ചിക്കനും ചോറും കൊടുത്താൽ ചിക്കൻ മാത്രം കഴിക്കും. പിന്നെ ബാക്കി വന്ന ചോറ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവൻ മുഖം കൊണ്ട് ഉന്തി ഏതെങ്കിലും മൂലക്ക് കൊണ്ടക്കും. അതാണ് ഇവൻ്റെ പരിപാടി. അങ്ങനെ ഇവൻ ഭക്ഷണം കഴിക്കാണ്ടായപ്പോൾ മെലിയാൻ തുടങ്ങി. അങ്ങനെ വാരിക്കൊടുത്ത് ശീലമായതാണ്. ഇപ്പം ഏകദേശം 6-7 വർഷത്തോളമായി ഇവന് ഞാൻ ഭക്ഷണം വാരിക്കൊടുക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് കണ്ടിട്ടാണോന്നറിയില്ല, ഇവൻ്റെ താഴെ റോക്കി വാവ, ലക്കി വാവ, ഇവർ 2 ആളും ഈ സ്റ്റൈലിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമെല്ലാം ഇവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം വെച്ചിട്ടാകുമ്പോൾ ഇവർ മുഖം കൊണ്ട് ഉന്തി മറച്ചിടലായി. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കണ്ടല്ലോ, വേസ്റ്റായില്ലേ. പക്രൂസ് പക്ഷേങ്കിലും ഏതെങ്കിലും മൂലക്കേക്ക് ഉന്തിക്കൊണ്ടൊക്കെയുള്ളൂ. ഇവർ ഉന്തി മറച്ചിട്ട് വേസ്റ്റാക്കും. അങ്ങനെ ഇവർക്കും വാരിക്കൊടുക്കേണ്ട ഒരവസ്ഥയായി. ഇപ്പം 3 ആൾക്കും 2 നേരം ഡെയിലി വാരിക്കൊടുക്കലാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, ലൂക്ക വാവ. അവൻ്റെ അവസ്ഥ എന്താണോന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് അവനും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാണ്. കാരണം അവൻ കൊണ്ടുവന്നപാട് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം അവൻ്റെ മുമ്പിൽ എത്തേണ്ട താമസം പാത്രം കാലിയാക്കും, അങ്ങനെ കഴിക്കുന്നതായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് അവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കും. ബാക്കി അവിടെ തന്നെ വെക്കും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉന്തി മറച്ചിടുകയോ ഏതെങ്കിലും മൂലക്ക് കൊണ്ടൊക്കെ ഒന്നും ചെയ്യൂല, അവിടെ തന്നെ വെക്കും. അതുപോലെ പാലും വെള്ളമെല്ലാം അവൻ നന്നായിട്ട് കഴിക്കലുണ്ടായിരുന്നു. ഇപ്പം അതുമില്ല. പിന്നെ പാലും വെള്ളമെല്ലാം അത്യാവശ്യം മാത്രം കുടിക്കും. ഭക്ഷണവും അങ്ങനെ തന്നെയായി. ഇനി മിക്കവാറും അവനും വാരിക്കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. പിന്നെ പക്രൂസ് നന്നായിട്ട് പാല് കുടിക്കും. പാക്കറ്റ് പാല് നേർപ്പിച്ചിട്ട് തിളപ്പിച്ചാറിയിട്ട് കൊടുക്കും. അതുപോലെ തിളപ്പിച്ചാറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കൊടുക്കും. അവന് പാലിൻ്റെ ഒരു സ്മെല്ല് കിട്ടിയാൽ മാത്രം മതി, അവൻ പാല് കുടിക്കും. അതുപോലെ റോക്കി നന്നായിട്ട് വെള്ളം കുടിക്കും. പാല് കുടിക്കും, പക്ഷേ പാല് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പക്രൂസ് ഒരു തുള്ളി പോലും വെള്ളം കുടിക്കൂല. ലക്കി വാവി അതുപോലെ പാല് നന്നായിട്ട് കുടിക്കും. പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ സ്റ്റിക്ക്, ഇവർക്ക് കൊടുക്കുന്ന സ്റ്റിക്ക്, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെയുള്ളത് ഈ പാക്കറ്റ് കടികളുണ്ടല്ലോ, ഇങ്ങനെ പൊട്ടുന്ന കടികൾ, അതെല്ലാം പെട്ടിയപ്പം, പിന്നെ കുഴലപ്പം, അതുപോലെയുള്ള കടികൾ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കും. പക്ഷെ പക്രൂസ് അതും കഴിക്കൂല. പക്രൂസ് ആ കഴിക്കുന്നത് പാല്, 2 നേരത്തെ ചോറ്, ഈ സ്റ്റിക്ക്, അത് മാത്രമേ കഴിക്കുള്ളൂ. ഇതുപോലെ മടിയന്മാർ വേറെ എവിടെയും ഉണ്ടാവില്ല.